നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് കർക്കിടകൻ രാശിയിൽ ജനിച്ചവരുടെ മാസഫലവും മുഹൂർത്തങ്ങളും കടമിടാനുള്ള മുഹൂർത്തങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ ഈ കർക്കിടകൻ രാശിയിൽ ജനിച്ച നക്ഷത്രങ്ങളെന്ന് പറയുന്നത് പുണർദത്തിൻ്റെ അവസാനത്തെ ഒരു ഭാഗം, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ മെയ് 15 മുതൽ ജൂൺ 14 വരെയുള്ള മാസഫലങ്ങളാണ് പറയുന്നത്. നമ്മൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സൂര്യൻ്റെ മൂവ്മെൻറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സൂര്യൻ ഇടവൻ രാശിയിലേക്ക് മെയ് 15 പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ കർക്കിടകൻ രാശിക്കാരുടെ സമയത്തോളം 11ാം ഭാവത്തിലേക്ക് വരികയാണ്. കൂടാതെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ശുക്രനും കൂടെ അവിടെ വരുന്നുണ്ട്. അടുത്ത മാസം 1-ാം തീയതി 2-ാം തീയതി ആകുമ്പോഴേക്കും ചൊവ്വ 10ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. പിന്നെ ആൾറെഡി അവിടെ 11-ൽ വ്യാഴം നിൽക്കുന്നുണ്ട്, അഷ്ടമത്തിൽ ശനി നിൽക്കുന്നുണ്ട്, അത് സ്വന്തം രാശി നിൽക്കുന്നതാണ്. എല്ലാം കൊണ്ടും ഈ കർക്കിടകൻ രാശി ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജയോഗപ്രദമായ ഒരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വരാൻ പോകുന്നത്. ഈ വരുന്ന മാസം ഫൈനാൻഷ്യലി പറയുകയാണെങ്കിൽ ഏതെങ്കിലും പഴയ എമൗണ്ട് കിട്ടാനുണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്ത ആ എമൗണ്ട് കിട്ടുന്നതാണ്. സർക്കാർ പിടിച്ചിട്ടുള്ള ബില്ലോ കാര്യങ്ങളൊക്കെ കോൺട്രാക്ടേഴ്സിന് കിട്ടാനുണ്ടെങ്കിൽ ഈ സമയം ഫോളോ അപ്പ് ചെയ്താൽ കിട്ടും. പഴയ അരിയേഴ്സ് ഉണ്ട്, കിട്ടാക്കടകളുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള ഫൈനാൻസിന് അവർക്ക് ട്രൈ ചെയ്യാം. അപ്രതീക്ഷിതമായ ധനവും പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഓഹരി വിപണിയിൽ വർക്ക് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ കാലഘട്ടമാണ്. ശരിക്കും റിസ്ക് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പ്രൊഫഷൻ്റെ കാര്യം പറയണ്ട, സർക്കാർ ഉദ്യോഗസ്ഥരായാലും സാധാരണ വർക്ക് ചെയ്യുന്നവരായാലും മാർക്കറ്റിംഗ് പീപ്പിളായാലും ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഒരു ബിസിനസ് നടത്തുന്നവർക്കും ഒക്കെ പുതിയ സംഗതികൾ ആലോചിക്കാവുന്നതാണ്. അവർക്ക് പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾക്കും വളരെ അനുകൂലമായി ഇത്രയും നല്ലൊരു സമയം വരാൻ പോകുന്ന ഒരു വർഷത്തിനകത്ത് ഇതേപോലത്തെ ഒരു മാസം നിങ്ങൾക്ക് വരില്ല എന്ന് തന്നെ ഞാൻ പറയാം. അത്ര അനുകൂലമായ സമയമാണ്. ശരിക്കും അത് മുതലെടുക്കുക ഈ രാശിന്. പ്രത്യേകം ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. ആരെയും ജേർണലിസ്റ്റ് ആയാലും ചാനൽ വർക്കേഴ്സ് ആയാലും ബോട്ടിൽഡ് വാട്ടർ വിൽക്കുന്നവർക്കായാലും ബിവറേജസ് വിൽക്കുന്നവർക്കായാലും കപ്പൽ ജോലിക്കാർക്കായാലും ഏത് ലെവലുള്ള ആൾക്കാർ, കൃഷിക്കാർക്ക്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലുള്ള ആൾക്കാർക്ക്, കാര്യം പൂയവും ഇതെല്ലാം അയിലൊക്കെ വരുന്നത് ഇങ്ങനെയുള്ളതാണ്. അതേപോലെ എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും സ്റ്റുഡൻസിന് വളരെ അനുകൂലമായ സമയമാണ്. അവർക്ക് എൻട്രൻസോ കാര്യങ്ങളൊക്കെ പാസ്സാകാനും പിന്നെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും നല്ല സമയമാണ്. മുതിർന്നവരും അത് സ്വല്പമൊന്നും ശ്രദ്ധിക്കണമെന്നുള്ളൂ. ഓവർ ജോയ് ആകരുതെന്ന് മാത്രം. വല്ല വിനോദയാത്രകളോ അല്ലെങ്കിൽ തീർത്ഥയാത്രയൊക്കെ പോകാൻ ഏറ്റവും അനുകൂലമായ സമയമാണ്. ഒരു തരത്തിലും ഈ ഒരു മാസം നിങ്ങൾ മിസ്സാക്കരുത് എന്നാണ് നമ്മുടെ ജ്യോതിഷപരമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് ശരിക്കും അത് എൻജോയ് ചെയ്യുക. പിന്നെ അതിൽ ശ്രദ്ധിക്കാനുള്ള സമയം കർത്തവമാണ് അടുത്ത മാസം 6-ാം തീയതി. ആ സമയത്ത് ചില അസുഖങ്ങളോ പിന്നെ തൈറോയ്ഡ് ഉള്ളവർക്ക് തൈറോയ്ഡ് കൂടും, മെൻസസ് ഇതായിട്ട് കറക്റ്റ് ഇല്ലാത്തവർക്ക് അതിന് പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ തന്നെ തലയിൽ മറ്റേ നമ്മുടെ കറുത്ത മൈഗ്രെയിന് തലവേദനയൊക്കെ കൂടും. ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. വരുമ്പോൾ മനസ്സിലായിക്കോട്ടെ കർത്തവം ആയതുകൊണ്ടാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറുമെന്ന് വിചാരിച്ചിട്ട് മൂവ് ചെയ്യുക. അതിന് ഒരുപാട് നമ്മൾ പാനിക് ആകേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സമയത്ത് നമുക്ക് നല്ലൊരു കുറച്ച് നല്ല ഡേറ്റുകൾ പറയാം. ഡേറ്റുകളെന്ന് പറയാം, ഇപ്പോൾ നമുക്കൊരു വാഹനം മേടിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ സ്ഥലം മേടിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഇൻ്റർവ്യൂവിന് പോകണം, അല്ലെങ്കിൽ ഒരു മേലധികാരിയെ മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിന് ഒരാളിനെ ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ദിവസമൊക്കെ നോക്കാൻ പറ്റിയ കുറേ സമയം കൂടെ പറയാം. 18, 19, 25, 26, 27, 28 ഈ ദിവസങ്ങൾ 18, 19, 25, 26, 27, 28 ഈ ദിവസങ്ങളുടെ അനുകൂലമാണ്. അതേപോലെ തന്നെ ജൂൺ മാസത്തിലെ 3, 9, 14 ഇതും വളരെ അനുകൂലമാണ്. ഈ ദിവസങ്ങൾ പ്ലാൻ ചെയ്യുക. ഇനി ഞാൻ പറയുന്ന കുറച്ച് നല്ല കടമിടാനുള്ള മുഹൂർത്തങ്ങൾ, നിങ്ങൾക്ക് ആൾറെഡി അറിയാം കടമിടാനുള്ള മുഹൂർത്തങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാര്യം എൻ്റെ മുൻ വീഡിയോകൾ വാച്ച് ചെയ്തിട്ടുള്ളവർക്ക് കേട്ടിട്ടുള്ളവർക്ക് നന്നായിട്ട് അതിനെപ്പറ്റി അതുകൊണ്ട് വിശദമായി ഞാൻ പറയുന്നില്ല. ആ മുഹൂർത്തങ്ങൾ പറയാം. മെയ് 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30-നും 12 മണിക്കും മധ്യമുള്ള സമയം വളരെ അനുകൂലമാണ്. മെയ് 18 ശനി ബിറ്റ്വീൻ 10:30 and 12 noon. മെയ് മാസം 21 ചൊവ്വാഴ്ച വൈകിട്ട് 6:50-നും 8 മണിക്കും മധ്യേ, വൈകിട്ടാണ് 6:50-നും 8 മണിക്കും മധ്യേ കൊള്ളാം. 23-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 6:15-നും 7:30-നും മധ്യേ PM ആണ്. 6:15-നും 7:30-നും മധ്യേ. 25 ശനിയാഴ്ച 10-നും 11:30-നും മധ്യമുള്ള സമയവും കൊള്ളാം. എന്നാൽ ജൂൺ മാസം 1-ാം തീയതി ശനിയാഴ്ച 9:30-നും 11 മണിക്കും മധ്യമുള്ള സമയം വളരെ അനുകൂലമാണ്. അതിൽ ജൂൺ 8-ാം തീയതി രാവിലെ 9-നും 10:30-നും മധ്യമുള്ള സമയവും വളരെ അനുകൂലമാണ്.
അപ്പോൾ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നമുക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് കാശൊക്കെ അയച്ച് കടങ്ങളൊക്കെ വിടാൻ ശ്രമിക്കാം. അതേപോലെ എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ സമയമാണ്. നിങ്ങൾ വച്ച് അലക്കുക, കലക്കുക, നിങ്ങൾ എൻജോയ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ഈ 12 രാശികൾ ഏറ്റവും കൂടുതൽ സന്തോഷകരമായി വരാൻ പോകുന്നൊരു ഇത് ജ്യോതിഷപരമായ ഇതാണെന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.